menace. Okay, a person or thing that is likely to cause harm, menace. Okay, an old unmarried woman, അതായത് ഓൾഡ് ആയിട്ടുള്ള അൺമാരീഡ് വുമൺ, ആ രീതിയിൽ പറയുന്ന വാക്കാണ് എന്ത്, സ്പിൻസ്റ്റർ. an old unmarried woman, spinster. an old unmarried woman, spinster. Okay, a person highly skilled in music or another artistic pursuit. A person highly skilled in music or another artistic pursuit. അതായത് മ്യൂസിക്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലോ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളിനെ നമുക്ക് എന്ത് വിളിക്കാം, virtuoso. A person highly skilled in music or another artistic pursuit. അതായത് മറ്റേതെങ്കിലും ആർട്ടിസ്റ്റിക് പെർഫോമൻസിലോ അല്ലെങ്കിൽ മ്യൂസിക്കിലോ വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള ആളിനെയാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്, virtuoso. അപ്പൊ ഓൾഡ് അൺമാരീഡ് വുമൺ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, സ്പിൻസ്റ്റർ. ഓക്കെ, ഇനി a person highly skilled in music or another artistic pursuit എന്ത് വിളിക്കാം, virtuoso. ഇനി an excessively morbid desire to steal, അതായത് മോഷ്ടിക്കാനുള്ള ത്വരയുള്ള ആള്. an excessively morbid desire to steal എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക എന്നുള്ള രീതിയിൽ അതിന് ത്വരയുള്ള ഒരു വ്യക്തി നമുക്ക് എന്ത് വിളിക്കാം, ക്ലെപ്റ്റോമേനിയ. ആ ഒരു ത്വര അതിനാണ് എന്ത് വിളിക്കുന്നത്, ക്ലെപ്റ്റോമേനിയ. ഓക്കെ, ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് എ ജേർണി, ഒരു യാത്ര, ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് പ്ലാൻ, അതിനെന്ത് വിളിക്കാം, ഇറ്റിനറി. ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് എ ജേർണി, ഇറ്റിനറി. അതായത് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഇന്ന സ്ഥലങ്ങളിൽ പോകണം അല്ലെങ്കിൽ ഇന്ന സമയത്തെത്തണം എന്ന രീതിയിൽ ഒരു പ്ലാൻ തയ്യാറാക്കുക. അത്തരം പ്ലാൻ തയ്യാറാക്കുന്ന രീതി നമുക്ക് എന്ത് വിളിക്കാം, ഇറ്റിനറി എന്ന് വിളിക്കാം. ഇറ്റിനറി. ഓക്കെ, ഇറ്റിനറി. ഇനി എ മാൻ who is quite like a woman, അല്ലെങ്കിൽ എന്താണ്, a man who is womanish in his habits, സ്വഭാവത്തിൽ സ്ത്രീത്വം ഉള്ള വ്യക്തി നമുക്ക് എന്ത് വിളിക്കാം, effeminate. a man who is quite like a woman, സ്ത്രീയെ പോലുള്ള അല്ലെങ്കിൽ സ്വഭാവത്തിൽ സ്ത്രൈണ സ്വഭാവമുള്ള എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ വാക്കാണ് എന്ത്, effeminate. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് എ ജേർണി എന്താണ്, ഇറ്റിനറി. ആൻഡ് എക്സസീവ്ലി മോർബിഡ് ഡിസയർ ടു സ്റ്റീൽ എന്താണ്, ക്ലെപ്റ്റോമേനിയ. a man who is quite like a woman അല്ലെങ്കിൽ എന്താണ്, a person who is womanish in his habits എന്താണ്, effeminate. ഓക്കെ, one who is in charge of മ്യൂസിയത്തിന്റെ ചാർജ് ഉള്ള വ്യക്തി, അതായത് മ്യൂസിയം അല്ലെങ്കിൽ എന്താണ് മൃഗശാലയോ ഇത്തരം രീതിയിൽ ചാർജ് ഉള്ള വ്യക്തി നമുക്ക് എന്ത് വിളിക്കാം, ക്യൂറേറ്റർ. അപ്പം on who is charge of museum എന്ത് വിളിക്കാം, ക്യൂറേറ്റർ. ഓക്കെ, ഇനി a 14-line poem, ഒരു 14 വരിയുള്ള പോയത്തിന് എന്ത് വിളിക്കാം, സോനറ്റ്. കാറുണ്ട്, കിയ സോനറ്റ്. ഓക്കെ, a 14-line poem, 14 വരിയുള്ള ഒരു കവിത, അതിനെന്ത് വിളിക്കാം, സോനറ്റ്. SONNET, സോനറ്റ്. ഓക്കെ, a narrow stretch of land connecting two large bodies of land. a narrow stretch of land connecting two large bodies of land. രണ്ട് ഭൂഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരയിടുക്കാണ് എന്ന് പറയുന്നത് ഇസ്തുമസ്. എന്താണ് ഇസ്തുമസ്? a narrow stretch of land connecting two large bodies of land. രണ്ട് വലിയ കരയിടുക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരയിടുക്കാണ് എന്ന് പറയുന്നത്. രണ്ട് ഭൂഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരയിടുക്കാണ്, അല്ലെങ്കിൽ എന്താണ്, a narrow stretch of land ആണ് എന്തെന്ന് പറയുന്നത്, ഇസ്തുമസ്. രണ്ട് ഭൂഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരയിടുക്ക്, നാരോ സ്ട്രെച്ച് ഓഫ് ലാൻഡ് കണക്ടിങ് ടു ലാർജ് ബോഡീസ് ഓഫ് ലാൻഡ് എന്തെന്ന് പറയാം, ഇസ്തുമസ്. അപ്പൊ ഇസ്തുമസ് എന്താണ്, എ നാരോ സ്ട്രെച്ച് ഓഫ് ലാൻഡ് കണക്ടിങ് ടു ലാർജ് ബോഡീസ് ഓഫ് ലാൻഡ്. 14 വരെയുള്ള പോയം, a 14-line poem ആണ് സോനറ്റ്. one who is in charge of music, ഇന്നെ പഠിച്ചു പോണേ. one who is in, ഞാൻ ചോദിക്കാൻ പറയണം, one who is in charge of museum ആരാണ്, ക്യൂറേറ്റർ. one who is in charge of museum, ക്യൂറേറ്റർ. ഇനി a man who is quite like a woman അല്ലെങ്കിൽ എന്താണ്, a man who is womanish in his habits എന്താണ്, effeminate. detailed plan of a journey എന്താണ്, itinerary. detailed plan of a journey, itinerary. an excessively morbid desire to steal, മോഷ്ടിക്കാനുള്ള ത്വര, kleptomania. a person highly skilled in music or another artistic pursuit, virtuoso. a person highly skilled in music or another artistic pursuit, virtuoso. an old unmarried woman എന്താണ്, spinster. ഇനി a person or thing that is likely to cause harm, menace. okay, a person or thing that is likely to cause harm, menace. okay, ഇനി നമുക്ക് സിനോണിം ആന്റോണിമിലേക്ക് പോകാം. ഡിനൗൺസ് എന്ന വാക്കിനർത്ഥം ഡിനൗൺസ് നിന്ദിക്കുക അല്ലെങ്കിൽ അധിക്ഷേപിക്കുക എന്ന രീതിയിലാണ് ഡിനൗൺസ് ഉപയോഗിക്കുന്നത്. നിന്ദിക്കുക അല്ലെങ്കിൽ അധിക്ഷേപിക്കുക. സിനോണിം എന്തൊക്കെയാണ്? ഇൻഡിക്റ്റ്, കണ്ടം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടം ലോഡ് കഷ്ണം കേട്ടിട്ടുള്ളതാണ്. നിന്ദിക്കുക അല്ലെങ്കിൽ അധിക്ഷേപിക്കുക, കണ്ടം ടു കോർട്ട്. ഓക്കെ, അതുപോലെ കണ്ടം, നിന്ദിക്കുക. ഓക്കെ, ഇനി സെൻഷ്വർ, റീപ്രൈമാൻഡ്. ഇൻഡിക്റ്റ്, കണ്ടം,
സെൻഷ്വർ, റീപ്രൈമാൻഡ്. ഓക്കെ, നിന്ദിക്കുക അല്ലെങ്കിൽ അധിക്ഷേപിക്കുക എന്ന രീതിയിലാണ് ഡിനൗൺസ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ആന്റോണിം? നമുക്കറിയാം, പ്രൈസ്, കമന്റ്, വിൻഡിക്കേറ്റ്. വിൻഡിക്കേറ്റ് എന്ന വാക്കിനർത്ഥം അനുകൂലിക്കുക അല്ലെങ്കിൽ പ്രകീർത്തിക്കുക എന്ന രീതിയിലാണ് വിൻഡിക്കേറ്റ്. വിൻഡിക്കേറ്റ്, ലൗഡ്, ലൗഡ്, LAUD ആണ്. ഓക്കെ, ഇനി അടുത്ത് ഡിമോളിഷ് എന്ന വാക്ക്. ഡിമോളിഷ്, തകർക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്ന രീതിയിലാണ് ഡിമോളിഷ് ഉപയോഗിക്കുന്നത്. തകർക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്ന രീതിയിലാണ് ഡിമോളിഷ് ഉപയോഗിക്കുന്നത്. സിനോണിം എന്തൊക്കെയാണ്? റൂയിൻ, ഡിവാസ്റ്റേറ്റ്, ഡിസ്മാൻഡിൽ, RAZD, റൈസ്. കണ്ടോ, RAZD എന്താണ്? തകർക്കുക, നശിപ്പിക്കുക എന്ന രീതിയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. തകർക്കുക, നശിപ്പിക്കുക. ഡിമോളിഷ്, ഡിമോളിഷ്, റൂയിൻ, ഡിവാസ്റ്റേറ്റ്, ഡിസ്മാൻഡിൽ, റൈസ്. ഓക്കെ, ആന്റോണിം എന്തൊക്കെയാണ്? റിപ്പയർ, കൺസ്ട്രക്ട്, ക്രിയേറ്റ്, ഇറക്ട്. ഓക്കെ അല്ലേ? റിപ്പയർ, കൺസ്ട്രക്ട്, ക്രിയേറ്റ്, ഇറക്ട്. അപ്പൊ എന്താണ് ഡിമോളിഷ്? നമുക്കറിയാം, തകർക്കുക, നശിപ്പിക്കുക. അതിന്റെ സിനോണിമാണ് പ്രധാനം. റൂയിൻ അറിയാം. ഡിവാസ്റ്റേറ്റ് എന്താണ്? ഡിവാസ്റ്റേറ്റ്, തകർക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക. ഡിസ്മാൻഡിൽ, റൈസ് എന്ന രീതിയിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി ഡെലൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം. ഡെലൂഷൻ, DELUSION, ഡെലൂഷൻ, മിഥ്യാബോധം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്ന രീതിയിലാണ് ഡെലൂഷൻ ഉപയോഗിക്കുന്നത്. മിഥ്യാബോധം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ. ഓക്കെ, എന്തൊക്കെയാണ് സിനോണിം നോക്കാം. ഡിസപ്ഷൻ, നല്ല വാക്കാണ്. ഡിസപ്ഷൻ, മിഥ്യാബോധം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്ന രീതിയിലാണ് ഡിസപ്ഷൻ ഉപയോഗിക്കുന്നത്. DECEPTION, ഡിസപ്ഷൻ. ഹാലൂസിനേഷൻ, ഇലൂഷൻ, ഫാലസി, മിഥ്യാബോധം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ. ഫാലസി, ഇലൂഷൻ, ഹാലൂസിനേഷൻ, ഡിസപ്ഷൻ. ഡെലൂഷൻ എന്ന വാക്കിന്റെ സിനോണിമാണ് ഇവയൊക്കെ. ഡിസപ്ഷൻ, ഹാലൂസിനേഷൻ, ഇലൂഷൻ, ഫാലസി, മിഥ്യാബോധം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ. ഇനി എന്തൊക്കെയാണ് ആന്റോണിം? റിയാലിറ്റി, സെർട്ടനിറ്റി, വെറാസിറ്റി. കണ്ട, വെറാസിറ്റി നല്ലൊരു വാക്കല്ലേ? വെറാസിറ്റി എന്ന വാക്കിനർത്ഥം സത്യം എന്ന രീതിയിലാണ്. സത്യം, യാഥാർത്ഥ്യം. വെറാസിറ്റി. ഓക്കെ, ഫാക്ട്. ഓക്കെ, അപ്പൊ ഡിസപ്ഷൻ എന്ന വാക്ക് ശ്രദ്ധിക്കണം, ഡെലൂഷൻ എന്ന വാക്ക് ശ്രദ്ധിക്കണം, ഫാലസി എന്ന വാക്ക് ശ്രദ്ധിക്കണം, അതുപോലെ വെറാസിറ്റി എന്ന വാക്ക്. ഡെലൂഷൻ എന്താണ്? മിഥ്യാബോധം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ. ഡിസപ്ഷൻ, ഫാലസി, ഇവയെല്ലാം അതിന്റെ സിനോണിമാണ്. ആന്റോണിമായിട്ട് നമുക്ക് പറയാവുന്ന റിയാലിറ്റി, സെർട്ടനിറ്റി, വെറാസിറ്റി, പിന്നെ ഫാക്ട്. ഓക്കെ, ഇനി എന്താണ് ഡെലീഷ്യസ്? നമുക്കറിയാം, ഡെലീഷ്യസ്, മുട്ടായി അല്ലോ, അതുപോലെ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് ഡെലീഷ്യസ്. ഓക്കെ, മധുരമുള്ള അല്ലെങ്കിൽ ആസ്വാദ്യമായ എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഡെലീഷ്യസ്. സിനോണിം എന്തൊക്കെയാണ്? പലേറ്റബിൾ, ടേസ്റ്റ്ഫുൾ, അപ്പിറ്റൈസിങ്, APPETISING, അപ്പിറ്റൈസിങ്, ഡെയിൻറ്റി, ഇതൊക്കെ പുതിയ വാക്കാണ്. ഡെയിൻറ്റി, ആപ്പിറ്റൈസിങ്, ടേസ്റ്റ്ഫുൾ, പലേറ്റബിൾ. അപ്പൊ ഡെലീഷ്യസിന്റെ സിനോണിം എന്തൊക്കെയാണ്? ഡെലീഷ്യസ് നമുക്കറിയാം, മധുരമുള്ള അല്ലെങ്കിൽ ആസ്വാദ്യമായ എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഡെലീഷ്യസ്. പലേറ്റബിൾ, ടേസ്റ്റ്ഫുൾ, അപ്പറ്റൈസിങ്, ഡെയിൻറ്റി. എന്തൊക്കെയാണ് ആന്റോണിം നോക്കാം. ഡിസ്റ്റേസ്റ്റ്ഫുൾ, ടേസ്റ്റ് ഇല്ലാത്ത, ഡിസ്റ്റേസ്റ്റ്ഫുൾ. അൺസേവറി, ടോളറബിൾ, സഹിക്കാവുന്ന, അല്ലെങ്കിൽ ഇൻഎഡിബിൾ എന്ന രീതിയിൽ ഉപയോഗിക്കാം, കഴിക്കാൻ സാധിക്കാത്ത രീതിയിൽ. ഇൻഎഡിബിൾ, അൺസേവറി, ഡിസ്റ്റേസ്റ്റ്ഫുൾ. അപ്പൊ എന്തൊക്കെയാണ് ഡെലീഷ്യസിന്റെ വാക്കിന്റെ സിനോണിം? പലേറ്റബിൾ, ടേസ്റ്റ്ഫുൾ, അപ്പിറ്റൈസിങ്, ഡെയിൻറ്റി, മധുരമുള്ള അല്ലെങ്കിൽ ആസ്വാദ്യമായ എന്ന രീതിയിലാണ് ഡെലീഷ്യസ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഓക്കെ, ഡെലീഷ്യസ് എന്ന വാക്ക് നമുക്കറിയാമെങ്കിലും സിനോണിമാണ് പ്രധാനം. പലേറ്റബിൾ, ടേസ്റ്റ്ഫുൾ, അപ്പിറ്റൈസിങ്, ഡെയിൻറ്റി. ഈ വാക്കൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അൺസേവറി ആന്റോണിമായിട്ട്. ഇനി ഡെലിബറേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. ഡെലിബറേറ്റ്, കരുതിക്കൂട്ടിയുള്ള അല്ലെങ്കിൽ ആലോചനയോട് കൂടി ആലോചിച്ച് ചെയ്ത എന്നൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഡെലിബറേറ്റ്. എന്ന വാക്കിനർത്ഥം എന്താണ്? കരുതിക്കൂട്ടിയുള്ള അല്ലെങ്കിൽ ആലോചനാപൂർവ്വം ചെയ്ത ഒരു കാര്യം, അതാണ് നമ്മൾ ഡെലിബറേറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സിനോണിം എന്ന് നോക്കാം. പോണ്ടർ, PONDR, പോണ്ടർ. ഇന്റൻഷണൽ, കരുതിക്കൂട്ടി, ഇന്റൻഷണൽ. മെഡിറ്റേറ്റ്, ധ്യാനം എന്ന രീതിയിൽ. കൺസിഡർ, ഓക്കെ, കൺസിഡർ. പോണ്ടർ, ഇന്റൻഷണൽ, മെഡിറ്റേറ്റ്, കൺസിഡർ. ആന്റോണിം എന്തൊക്കെയാണ്? റാഷ്, സഡൻ, പെട്ടെന്ന്. റാഷ്, സഡൻ, ഇൻഡിഫറന്റ്, റാൻഡം. അപ്പൊ ഡെലിബറേറ്റ് എന്ന വാക്കിനർത്ഥം കരുതിക്കൂട്ടിയുള്ള അല്ലെങ്കിൽ ആലോചനാപൂർവ്വം ചെയ്തത്. സിനോണിം എന്തൊക്കെയാണ്? പോണ്ടർ, ഇന്റൻഷണൽ, മെഡിറ്റേറ്റ്, കൺസിഡർ. ആന്റോണിം റാഷ്, സഡൻ, ഇൻഡിഫറന്റ്, റാൻഡം. ഓക്കെ, ഇനി ഡീഗ്രേഡേഷൻ എന്ന പദം നമുക്കറിയാം. ഡീഗ്രേഡേഷൻ എന്ന പദം നമുക്കറിയാം, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഡീഗ്രേഡേഷൻ. തരം താഴ്ത്തൽ അല്ലെങ്കിൽ അധപ്പതനം എന്ന രീതിയിലാണ് ഡീഗ്രേഡേഷൻ ഉപയോഗിക്കുന്നത്. തരം താഴ്ത്തുക അല്ലെങ്കിൽ അധപ്പതനം, ഓക്കെ, എന്ന രീതിയിലാണ് ഡീഗ്രേഡേഷൻ ഉപയോഗിക്കുന്നത്. സിനോണിം എന്തൊക്കെയാണ്? ഡിസ്ഗ്രേസ്, ഓക്കെ, ഡിസ്ഓണർ, കുഴപ്പമില്ല, ഡിസ്ഓണർ. ഹ്യൂമിലിയേഷൻ, കുഴപ്പമില്ല, ഹ്യൂമിലിയേഷൻ. ഡീബേസ്, ഇത് നല്ല വാക്കാണ്. ഡീബേസ്, DEBASE. അപ്പൊ എന്തൊക്കെയാണ് ഡീഗ്രേഡേഷന്റെ സിനോണിം? ഡിസ്ഗ്രേസ്, ഡിസോണർ, ഹ്യൂമിലിയേഷൻ, ഡീബേസ്. ഓക്കെ, ആന്റോണിം നോക്കാം. എക്സാൾട്ടേഷൻ, ശ്രേഷ്ഠമുള്ള എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന, ശ്രേഷ്ഠമായ എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എക്സാൾട്ടേഷൻ. പ്രൈസ്, ട്രൂയിംഫന്റ്, ഹോണർ. ഓക്കെ, എക്സാൾട്ടേഷൻ, പ്രൈസ്, ട്രൂയിംഫന്റ്, ഓണർ. അപ്പൊ എന്താണ് ഡീഗ്രേഡേഷൻ? തരം താഴ്ത്തുക അല്ലെങ്കിൽ അധപ്പതനം എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഡിസ്ഗ്രേസ്, ഡിസോണർ, ഹ്യൂമിലിയേഷൻ, ഡീബേസ്.
ആന്റോണിം എന്തൊക്കെയാണ്? എക്സാൾട്ടേഷൻ, ശ്രേഷ്ഠമായ. ഡീഫ്രേ എന്ന വാക്കിനർത്ഥം ചെലവാക്കുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഡീഫ്രേ ചെലവാക്കുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പേ ചെയ്യുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. സിനോണിം എന്തൊക്കെയാണ്? മീറ്റ്, ബിയർ, സ്പെൻഡ്, പേ. ഓക്കെ, സ്പെൻഡ്, പേ. ഡീഫ്രേ ആ വാക്കാണ് ഇമ്പോർട്ടന്റ്. ഡീഫ്രേ എന്താണ്? ചെലവാക്കുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. പൈസ, ഏതെങ്കിലും പൈസ അടയ്ക്കുക അല്ലെങ്കിൽ ചെലവാക്കുക എന്ന രീതിയിലാണ് ഡീഫ്രേ ഉപയോഗിക്കുന്നത്. ആന്റോണിം എന്തൊക്കെയാണ്? ഡീക്ലൈം, റെഫ്യൂസ്, അബ്ജർ. ഡീക്ലൈം, റെഫ്യൂസ്, അബ്ജർ. ഓക്കെ, ഡീഫ്രേ എന്ന വാക്കിനർത്ഥം ചെലവാക്കുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കാശ് അടയ്ക്കുക എന്ന രീതിയിൽ. ഡീഫ്രേ. ഓക്കെ, ഇനി ഡീഫൈൽ എന്ന വാക്കിനർത്ഥം എന്താണ്? ഡീഫൈൽ, ഡീഫൈൽ മലിനപ്പെടുത്തുക അല്ലെങ്കിൽ ദുഷിപ്പിക്കുക എന്ന രീതിയിലാണ് ഡീഫൈൽ ഉപയോഗിക്കുന്നത്. മലിനപ്പെടുത്തുക അല്ലെങ്കിൽ ദുഷിപ്പിക്കുക. കണ്ടാമിനേറ്റ്, പൊല്യൂട്ട്, പ്രൊഫൈൻ, ഡെസിക്രേറ്റ്. പ്രൊഫൈൻ, ഡെസിക്രേറ്റ് ഒക്കെ പുതിയ വാക്കാണ്, ശ്രദ്ധിച്ചോണേ. കണ്ടാമിനേറ്റ്, പൊല്യൂട്ട്, പ്രൊഫൈൻ മലിനപ്പെടുത്തുക അല്ലെങ്കിൽ ദുഷിപ്പിക്കുക. ഡീഫൈൽ, ഡെസക്രേറ്റ്. ഓക്കെ, ഇനി എന്താണ് ആന്റോണിം? പ്യൂരിഫൈ, സാങ്ക്ടിറ്റി, ക്ലീനൈസ്, ഡിസിൻഫെക്ട്. അതെന്താണ്? പരിശുദ്ധമാക്കുക എന്ന രീതിയിലൊക്കെയാണ് സാങ്ക്ടിറ്റി എന്നൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, പ്യൂരിഫൈ ചെയ്യുക, ശുദ്ധമാക്കുക എന്ന രീതിയിൽ. ഡീഫൈൽ എന്ന വാക്കിന് അർത്ഥം എന്താണ്? മലിനപ്പെടുത്തുക അല്ലെങ്കിൽ ദുഷിപ്പിക്കുക. കണ്ടാമിനേറ്റ്, പൊല്യൂട്ട്, പ്രൊഫൈൻ, ഡെസിക്രേറ്റ്. ഓക്കെ, ഇനി ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിഷ്യന്റ് അപര്യാപ്തമായ അല്ലെങ്കിൽ വിരളമായ എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? കുറവ്, ഡെഫിഷ്യന്റ് കുറവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അപര്യാപ്തമായ എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. സിനോണിം എന്താണ്? സ്കാൻഡി, നല്ല പദമല്ലേ? സ്കാൻഡി. ഇൻഅഡിക്വേറ്റ്, അപര്യാപ്തമായ. ലാക്കിംഗ്, വാണ്ടിങ്. ഓക്കെ, ആന്റോണിം എന്തൊക്കെയാണ്? അഡിക്വേറ്റ്, ആംപിൾ. കണ്ട, ആവശ്യമുള്ളത്ര ഉണ്ട്. ഓക്കെ, ആംപിൾ, AMPLE, ആംപിൾ, ആവശ്യമായത് ഉണ്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ സഫിഷ്യന്റ് ആയത് എന്ന രീതിയിലാണ് ആംപിൾ, AMPLE. അബണ്ടന്റ്, ധാരാളമായ. അബണ്ടന്റ്, സഫിഷ്യന്റ്, ആംപിൾ. ഈ വാക്ക് ശ്രദ്ധിച്ചോണേ. AMPLE, ആംപിൾ. ഡെഫിഷ്യന്റ് അപര്യാപ്തമായ അല്ലെങ്കിൽ വിരളമായ എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. സിനോണിം എന്തൊക്കെയാണ്? സ്കാൻറ്റി, ഇൻഅഡിക്വേറ്റ്, ലാക്കിംഗ്, വാണ്ടിങ്. ഓക്കെ, ആന്റോണിം എന്താണ്? അഡിക്വേറ്റ്, ആംപിൾ, സഫിഷ്യന്റ്, അബണ്ടന്റ്. ഓക്കെ, ധാരാളമുള്ള എന്ന രീതിയിൽ. ഓക്കെ, ഇനി ഡിഫർ എന്ന വാക്കിന്റെ അർത്ഥം DEFER, ഡിഫർ അല്ല, ഡെഫർ. നീട്ടിവെക്കുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഡെഫർ, നീട്ടിവെക്കുക. ഡിഫർ, നീട്ടിവെക്കുക. എന്തൊക്കെയാണ് സിനോണിം? പ്രൊലോങ്, സസ്പെൻഡ്, പോസ്റ്റ്പോൺ, ഡിലേ. പ്രൊലോങ്, സസ്പെൻഡ്, പോസ്റ്റ്പോൺ, ഡിലേ, അല്ലെ? ഡെഫർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ നീട്ടിവെക്കുക. പ്രൊലോങ് അല്ലെങ്കിൽ നീട്ടിവെക്കാൻ നടത്തുക, അല്ലെങ്കിൽ പോസ്റ്റ്പോൺ മാറ്റിവെക്കുക, ഡിലേ ചെയ്യുക എന്ന രീതിയിലേക്കാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഡെഫർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ആന്റോണിം എന്തൊക്കെയാണ്? ആക്സിലറേറ്റ്, എക്സ്പെഡൈറ്റ്, സ്റ്റിമുലേറ്റ്, ആക്സിലറേറ്റ് ചെയ്യുക, എക്സ്പെഡൈറ്റ് ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യുക. ഹേസ്റ്റൺ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരക്ക് കൂട്ടുക എന്ന രീതിയിലാണ് ഹേസ്റ്റൺ ഉപയോഗിക്കുന്നത്. ഹേസ്റ്റൺ, സ്റ്റിമുലേറ്റ്, എക്സ്പെഡൈറ്റ്, ആക്സിലറേറ്റ്. അപ്പൊ ഡെഫർ എന്ന വാക്കിന് അർത്ഥം എന്താണ്? നീട്ടിവെക്കുക. ഡെഫർ, പ്രൊലോങ്, സസ്പെൻഡ്, പോസ്റ്റ്പോൺ, ഡിലേ, പോസ്റ്റ്പോൺ. ഓക്കെ, ആന്റോണിം എന്താണ്? ആക്സിലറേറ്റ്, എക്സ്പെഡൈറ്റ്, സ്റ്റിമുലേറ്റ്, ഹേസ്റ്റൺ. ഓക്കെ, അപ്പൊ ഇത്രയാണ് സിനോണിമായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇഡിയംസിലോട്ട് പോകാം. ഹെർക്കൂലിയൻ ടാസ്ക് നമുക്ക് കേട്ടോളാണ്. ഹെർക്കൂലിയൻ ടാസ്ക് എന്താണ്? ഹെർക്കൂലിയൻ ടാസ്ക് എ വർക്ക് റിക്വയറിംഗ് വെരി ഗ്രേറ്റ് എഫോർട്ട്, വളരെയധികം എഫോർട്ട് ആവശ്യമുള്ള ഒരു ജോലി. ആ ജോലി നമുക്ക് എന്ത് വിളിക്കാം? ഹെർക്കൂലിയൻ ടാസ്ക്. ഓക്കെ, ഇനി ഗെറ്റ് ദ സാക്ക് എന്ന വാക്കിനർത്ഥം ഗെറ്റ് ദ സാക്ക്, ബി ഡിസ്മിസ്ഡ്, പുറത്താക്കുക എന്ന രീതിയിലാണ്. ജോലിയിൽ നിന്ന് പുറത്താക്കുക എന്ന രീതിയിലേക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് ഗെറ്റ് ദ സാക്ക്. അപ്പൊ ഗെറ്റ് ദ സാക്കിന്റെ അർത്ഥം എന്താണ്? ബി ഡിസ്മിസ്ഡ്. ഹെർക്കൂലിയൻ ടാസ്ക് എന്താണ്? എ വർക്ക് റിക്വയറിംഗ് വെരി ഗ്രേറ്റ് എഫോർട്ട്. ഓക്കെ, as daft as a brush, extremely silly അല്ലെങ്കിൽ എന്താണ്? foolish. അപ്പൊ foolish എന്നോ അല്ലെങ്കിൽ extremely silly ആയിട്ടുള്ള എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് as daft as a brush. ഓക്കെ അല്ലേ? ഇനി get the sack എന്താണ്? be dismissed, പുറത്താക്കുക. ഹെർക്കൂലിയൻ ടാസ്ക് എ വർക്ക് റിക്വയറിംഗ് വെരി ഗ്രേറ്റ് എഫോർട്ട്. ഓക്കെ, ഇനി കൗച്ച് പൊട്ടറ്റോ എന്ന വാക്ക്. കൗച്ച് പൊട്ടറ്റോ എന്താണെന്ന് നോക്കാം. എ പേഴ്സൺ ഹു പ്രിഫേഴ്സ് ടു വാച്ച് ടെലിവിഷൻ, അല്ലെ? ടെലിവിഷൻ എപ്പോഴും ടെലിവിഷൻ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ആ രീതിയിലാണ് എന്തെന്ന് ഉപയോഗിക്കുന്നത്? കൗച്ച് പൊട്ടറ്റോ. എന്താണ് കൗച്ച് പൊട്ടറ്റോ? എ പേഴ്സൺ ഹു പ്രിഫേഴ്സ് ടു വാച്ച് ടെലിവിഷൻ. കൗച്ച് പൊട്ടറ്റോ. ഓക്കെ അല്ലേ? കൗച്ച് പൊട്ടറ്റോ. എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്, someone similar in character to one's father or parents. സ്വന്തം അച്ഛൻ്റെയോ അല്ലെങ്കിൽ പാരൻസിൻ്റെയോ അതേ സ്വഭാവമുള്ള വ്യക്തിയാണ് എന്ത് വിളിക്കുന്നത്? എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ടേക്ക് ഫ്രഞ്ച് ലീവ്, ആബ്സെന്റിങ് ഓൺ സെൽഫ് വിത്തൗട്ട് എ പെർമിഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്കൂളിലായാലും എന്ത് ചെയ്യുന്നു? ഹാജരാകാതിരിക്കുന്നു, അതിനുശേഷം പെർമിഷൻ ഇല്ലാതെ ഹാജരായിരിക്കുന്നു. ആ രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ്
ടേക്ക് ഫ്രഞ്ച് ലീവ്. ടേക്ക് ഫ്രഞ്ച് ലീവ് എന്താണ്? ആബ്സെന്റിങ് ഓൺ സെൽഫ് വിത്തൗട്ട് പെർമിഷൻ. ആബ്സെന്റിങ് ഓൺ സെൽഫ് വിത്തൗട്ട് പെർമിഷൻ. ടേക്ക് ഫ്രഞ്ച് ലീവ്. ടേക്ക് ഫ്രഞ്ച് ലീവ്. ഓക്കെ. ഗോ ടു ദ ഡോഗ്സ്. ഗോ ടു ദ ഡോഗ്സ് എന്ന എന്താണ് മീനിങ്? ഗോ ടു ദ ഡോഗ്സ് റൂയിൻ അല്ലെങ്കിൽ ടു ഗോ ഇൻ ടു എ വെരി ബാഡ് സിറ്റുവേഷൻ, വളരെയധികം മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക. ഓക്കെ. ഗോ ടു ദ ഡോഗ്സ് എന്താണ്? ഒരു വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ റൂയിൻ ചെയ്യുക, മൊത്തം തകർക്കുക എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? റൂയിൻ. ടു ഗോ ഇൻ എ വെരി ബാഡ് സിറ്റുവേഷൻ, വളരെയധികം മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ റൂയിൻ ചെയ്യുക, നശിപ്പിക്കുന്ന രീതിയിലാണ് ഗോ ടു ദ ഡോഗ്സ് ഉപയോഗിക്കുന്നത്. ഗോ ടു ദ ഡോഗ്സ്, ടേക്ക് ഫ്രഞ്ച് ലീവ്. ഗോ ടു ദ ഡോഗ്സ് എന്താണ്? റൂയിൻ അല്ലെങ്കിൽ ടു ഗോ ഇൻ ടു എ വെരി ബാഡ് സിറ്റുവേഷൻ. ടേക്ക് ഫ്രഞ്ച് ലീവ് എന്താണ്? ആബ്സെന്റിങ് ഓൺ സെൽഫ് വിത്തൗട്ട് പെർമിഷൻ. ആബ്സെന്റിങ് ഓൺ സെൽഫ് വിത്തൗട്ട് പെർമിഷൻ. ഓക്കെ. സ്റ്റിർ അപ്പ് എ ഹോണറ്റ്സ് നെസ്റ്റ്. സ്റ്റിർ അപ്പ് എ ഹോണറ്റ്സ് നെസ്റ്റ് ടു ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ട്രബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ തേനീച്ചക്കൂട് ഇളക്കരുത്, തേനീച്ചക്കൂട് ഇളക്കുന്ന എന്ന അർത്ഥം വരുന്നതാണ് സ്റ്റിർ അപ്പ് എ ഹോണറ്റ്സ് നെസ്റ്റ്. സ്റ്റിർ അപ്പ് എ ഹോണറ്റ്സ് നെസ്റ്റ് എന്താണ്? ടു ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ട്രബിൾ, വളരെയധികം പ്രശ്നം വഷളാക്കുക എന്ന രീതിയിലാണ് ഇതെന്ന് പറയുന്നത്. സ്റ്റിർ അപ്പ് എ ഹോണറ്റ്സ് നെസ്റ്റ്. ഓക്കെ. തേനീച്ചക്കൂട് ഇളക്കരുത് എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത് മലയാളത്തിൽ. എറൗണ്ട് ദ ക്ലോക്ക്. എറൗണ്ട് ദ ക്ലോക്ക്. എറൗണ്ട് ദ ക്ലോക്ക് ഡേ ആൻഡ് നൈറ്റ് എന്ന അർത്ഥം. അപ്പൊ എറൗണ്ട് ദ ക്ലോക്കിന്റെ അർത്ഥം എന്താണ്? ഡേ ആൻഡ് നൈറ്റ്. ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ. ഇനി മറ്റൊരു വാക്കാണ് സലാഡ് ഡേയ്സ്. സലാഡ് ഡേയ്സ് എന്ന വാക്കിന്റെ അർത്ഥം അഡോളസെൻസ് എന്നാണ്. സലാഡ് ഡേയ്സ്, അഡോളസെൻസ്. സലാഡ് ഡേയ്സ്, അഡോളസെൻസ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. സലാഡ് ഡേയ്സ് എന്താണ്? അഡോളസെൻസ്. എറൗണ്ട് ദ ക്ലോക്ക് എന്താണ്? ഡേ ആൻഡ് നൈറ്റ്. ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ. സ്റ്റിർ അപ്പ് എ ഹോണറ്റ്സ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ട്രബിൾ. ടു ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ട്രബിൾ. ഗോ ടു ദ ഡോഗ്സ് എന്താണ്? റൂയിൻ ചെയ്യുക അല്ലെങ്കിൽ വളരെയധികം മോശം അവസ്ഥയിൽ എത്തിക്കുക. ടേക്ക് ഫ്രഞ്ച് ലീവ് എന്താണ്? ആബ്സെന്റിങ് ഓൺ സെൽഫ് വിത്തൗട്ട് പെർമിഷൻ. പെർമിഷൻ ഇല്ലാതെ ലീവ് എടുക്കുക. ഓക്കെ. ഇനി എ ചിപ്പ് ഓഫ് എൻ ഓൾഡ് ബ്ലോക്ക് എന്താണ്? ആൻ എക്സ്പീരിയൻസ്ഡ് ഓൾഡ് മാൻ. ആൻ എക്സ്പീരിയൻസ്ഡ് ഓൾഡ് മാൻ. കൗച്ച് പൊട്ടറ്റോ അറിയാം. എ പേഴ്സൺ ഹു പ്രിഫേഴ്സ് ടു വാച്ച് ടെലിവിഷൻ. ആസ് ഡാഫ്റ്റ് ആസ് എ ബ്രഷ്. എക്സ്ട്രീംലി സില്ലി ഓർ ഫൂളിഷ് എന്ന രീതിയിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? ആസ് ഡാഫ്റ്റ് ആസ് എ ബ്രഷ്. ഗെറ്റ് ദ സാക്ക് എന്താണ്? ബി ഡിസ്മിസ്ഡ്. ഗെറ്റ് ദ സാക്ക്, ബി ഡിസ്മിസ്ഡ്. പുറത്താക്കുക എന്ന രീതിയിൽ. ഹെർക്കൂലിയൻ ടാസ്ക്. എ വർക്ക് റിക്വയറിംഗ് വെരി ഗ്രേറ്റ് എഫോർട്ട്. എ വർക്ക് റിക്വയറിംഗ് വെരി ഗ്രേറ്റ് എഫോർട്ട്. ഓക്കെ. ഇനി അടുത്തൊരു സംഭവത്തിലോട്ട് പോകാം. സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ്. നമുക്ക് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സിംഗുലർ പ്ലൂറൽ നൗൺ, താഴെ തന്നിരിക്കുന്നതിൽ പ്ലൂറൽ നൗൺ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു വാക്ക് തന്നിട്ട് ആ വാക്കിന്റെ പ്ലൂറൽ നൗൺ കണ്ടെത്തുക എന്ന രീതിയിൽ ചോദിക്കുന്നു. ഓക്കെ. അപ്പൊ ആൽഗ എന്ന വാക്കിന്റെ സിംഗുലർ. ആൽഗ സിംഗുലർ. എന്താണ് പ്ലൂറൽ? ആൽഗെ. ആൽഗ, ആൽഗെ. അനാലിസിസ്. അനാലിസിസ്. ഇതൊക്കെ ചോദിക്കാവുന്നതാണ്. അനാലിസിസ്, അനാലിസസ്, അനാലിസസ്. കണ്ട, ഐ മാറി എന്തായി? ഇ ആയിട്ട് മാറി. അപ്പൊ ആൽഗ, ആൽഗെ. അനാലിസിസ്, അനാലിസസ്. ഇനി അക്വേറിയം എന്ന വാക്ക്. അക്വേറിയം എന്ന വാക്കിന്റെ പ്ലൂറൽ അക്വേറിയ എന്ന് ഉപയോഗിക്കാറുണ്ട്, അക്വേറിയംസും എന്ന് ഉപയോഗിക്കാറുണ്ട്. രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. അക്വേറിയം, അക്വേറിയ, അക്വേറിയംസ്. ഓക്കെ. ഇനി ബാക്ടീരിയം എന്ന വാക്ക്. ബാക്ടീരിയം ആണ് സിംഗുലർ. പ്ലൂറൽ എന്താണ്? ബാക്ടീരിയ. പരീക്ഷയ്ക്ക് ചോദിക്കും. അതായത് ഇപ്പൊ ആൽഗ, ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? കണ്ട, നല്ലൊരു ചോദ്യമാണ് അല്ലെ? ആൽഗ, ബാക്ടീരിയ എന്നൊക്കെ ഓപ്ഷനിൽ തന്നിട്ട് പ്ലൂറൽ നൗൺ കണ്ടെത്താനായിട്ട് ചോദിക്കും. ഓക്കെ അല്ലെ? അപ്പൊ ആൽഗ സിംഗുലർ ആണ്, ആൽഗയാണ് പ്ലൂറൽ. എന്നാൽ ബാക്ടീരിയ എന്താണ്? പ്ലൂറൽ ആണ്. ബാക്ടീരിയം ആണ് സിംഗുലർ. ഓക്കെ അല്ലേ? അപ്പൊ ബാക്ടീരിയം, പ്ലൂറൽ എന്താണ്? ബാക്ടീരിയ. ഇനി ബേസിസ് എന്ന വാക്ക്. പ്ലൂറൽ എന്താണ്? ബേസസ്. ബേസിസ്, ബേസസ്. ഓക്കെ. ഇവിടെ അനാലിസിസ്, അനാലിസസ്. ഇനി കാക്ടസ് എന്ന വാക്കിന്റെ പ്ലൂറലാണ് കാക്ടൈ. കാക്ടസ്, കാക്ടൈ. ഇനി ക്രൈസിസ് എന്ന വാക്ക്. ക്രൈസിസ്. ക്രൈസിസ് എന്ന വാക്ക് ഐ മാറി. ഐ വന്നാൽ എന്താ? ഇവിടെ ഇ ആയിട്ട് മാറും. ഇവിടെ ക്രൈസിസ്. അപ്പൊ ക്രൈസിസ്, ക്രൈസസ്. ഓക്കെ. ക്രൈസിസ്, ക്രൈസസ്. ബേസിസ്, ബേസസ്. അനാലിസിസ്, അനാലിസസ്. ഓക്കെ. ഇനി ഇത് ഈ ഇടയ്ക്ക് കഴിഞ്ഞൊരു PSC പരീക്ഷയ്ക്ക് അങ്ങോട്ട് ചോദിച്ചതാണ്. ക്രൈറ്റീരിയൻ എന്ന വാക്കിന്റെ പ്ലൂറൽ ക്രൈറ്റീരിയോൺ. ക്രൈറ്റീരിയോൺ എന്താണ് പ്ലൂറൽ? ക്രൈറ്റീരിയ, ക്രൈറ്റീരിയ, ക്രൈറ്റീരിയോൺ, ക്രൈറ്റീരിയ. ഇനി ഡേറ്റം എന്ന വാക്ക് സിംഗുലർ ആണ്, ഡേറ്റയാണ് പ്ലൂറൽ. അപ്പൊ ഡേറ്റം, ഡേറ്റ. ഇത് തെറ്റരുത്, ഇത് മുമ്പ് എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഡേറ്റം. ഡേറ്റം എന്ന വാക്കിന്റെ പ്ലൂറൽ എന്താണ്? ഡേറ്റ, ഡേറ്റ, ഡേറ്റ പ്ലൂറലാണ്. ഇനി ഡൈനാമോ. ഡേറ്റാസ് ഒന്നുമല്ല, ഡേറ്റയാണ്. ഓക്കെ. ഡേറ്റമാണ് സിംഗുലർ, ഡേറ്റ പ്ലൂറലാണ്. ഓക്കെ അല്ലേ? ഇനി ഡൈനാമോ. ഡൈനാമോ എന്ന വാക്കിന്റെ പ്ലൂറൽ എന്താണ്? ഡൈനാമോസ്. ഡൈനാമോ, ഡൈനാമോസ്. എക്കോ, 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 എക്കോസ്. കണ്ട, ECHOS എന്ന ഓപ്ഷനിൽ തരും. ഒരു ഇയും കൂടെ ഇട്ട് കൊടുത്താലേ അത് പ്ലൂറൽ ആവുള്ളൂ. എക്കോസ്. ECHOES. ഓക്കെ. എക്കോ, എക്കോസ്. എക്കോ, എക്കോസ്. ഇനി ഇറാറ്റം എന്ന വാക്ക്. ഇറാറ്റം. ERRATUM. ഇറാറ്റം, ഇറാറ്റ, ഇറാറ്റം, ഇറാറ്റ. ഇനി ക്രമറ്റോറിയം. ക്രമറ്റോറിയം നമ്മൾ പഠിച്ചിട്ടുണ്ടാണ്. ക്രമറ്റോറിയം ശവദാഹം നടത്തുന്ന സ്ഥലം. ക്രമറ്റോറിയ, ക്രമറ്റോറിയ, ക്രമറ്റോറിയം, ക്രമറ്റോറിയ. ഇനി ജെനസിസ്. കണ്ട, വീണ്ടും വന്നു ജെനസിസ്. ഐ മാറി എന്താ? ഇ ആയി. ജനസസ്, ജനസസ്. ഇനി ജീനിയസ് എന്താണ്? ജീനിയസ്. ജീനിയസസ്, ജീനിയസ്, ജീനിയസസ്. ഓക്കെ. ജീനിയസ്, ജീനിയസസ്. അടുത്ത്
ജീനസ് എന്ന വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. ജീനസ് എന്നത് സിംഗുലർ ആണ്. അതിന്റെ പ്ലൂറൽ എന്താണ്? ജനറ. ജീനസ് ജനറ, ജീനസ് ജനറ. ഓക്കെ. ഹാഫ് എന്ന വാക്ക് സിംഗുലർ എന്താണ്? ഹാഫ്സ്. ഹാഫ്സ് HALVES ആണ്. എഫ് മാറി എന്താവുന്നു? BEFS ആവുന്നു. ഓക്കെ. ഹൈപ്പോത്തിസിസ് ഈ വാക്ക് എന്തായിട്ട് മാറുന്നു? ഹൈപ്പോതെസിസ് ആയി മാറുന്നു. കണ്ട, ഐ മാറി എന്തായി? EI. ഹൈപ്പോതെസിസ്. ഇനി ലാർവ എന്ന വാക്ക് ലാർവയാവുന്നു. ആൽഗയായി മാറിയതുപോലെ ലാർവയായിട്ട് മാറുന്നു. ഇനി മാക്സിമം എന്ന വാക്ക് മാക്സിമയാകുന്നു. മാക്സിമ. മെമ്മോറാൻഡം എന്താണ്? മെമ്മോറാൻഡ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കാം, സ്പെല്ലിംഗ് നോക്കണേ. മെമ്മോറാൻഡ, മാക്സിമ, ലാർവേ, ഹൈപ്പോതെസിസ്, ഹാഫ്സ്, ജീനസ് ജനറ, ജീനിയസസ്, ജെനസിസ്, ക്രമട്ടോറിയ, ഇറാറ്റ. എന്റെ കൂടെ പറയണേ, ഇത് എക്കോസ്, ഡൈനാമോസ്. എക്കോസ് സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണേ. എക്കോസ്, ഡൈനാമോസ്. ഡേറ്റം സിംഗുലർ ആണ്, പ്ലൂറൽ ആണ് ഡേറ്റ. ക്രൈറ്റീരിയാണ് പ്ലൂറൽ. ക്രൈസസ്, കാക്ടസ്, കാക്ടൈ. ബേസസ്, ബാക്ടീരിയ. അക്വേറിയ അല്ലെങ്കിൽ അക്വേറിയംസ് എന്ന് പറയും. അനാലിസിസ്, ആൽഗേ. ഓക്കെ. ഇനി അടുത്ത് കോമ്പൗണ്ട് വേർഡ്സിലോട്ട് കൂടെ പോകാം. ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കോമ്പൗണ്ട് വേർഡ്സ്. വെൻ ടു സ്ഥിരമായിട്ട് പരീക്ഷയിൽ കാണുന്ന ഒരു ചോദ്യമാണ് അല്ലെ, കോമ്പൗണ്ട് വേർഡ്സ് കണ്ടെത്തുക എന്നുള്ളത്. വെൻ ടു വേർഡ്സ് ആർ യൂസ്ഡ് ടുഗദർ ടു yield a new meaning, a compound word is formed. അതായത് രണ്ട് വാക്കുകൾ ചേർന്നിട്ട് ഒരു പുതിയ വാക്കുണ്ടാകും അല്ലെ. രണ്ട് വാക്കുകൾ ചേർന്നിട്ട് ഒരു പുതിയ വാക്കുണ്ടാകുമ്പോൾ അവിടെ കോമ്പൗണ്ട് വേർഡ്സ് ഉണ്ടാകുന്നു. കോമ്പൗണ്ട് വേർഡ്സ് ക്യാൻ ബി റിട്ടൺ ഇൻ 3 days. 3 രീതിയിലാണ് കോമ്പൗണ്ട് വേർഡ്സ് ഉണ്ടാക്കുന്നത്. ഏതൊക്കെയാണ്? ആസ് ഓപ്പൺ കോമ്പൗണ്ട്സ് ആയിട്ട് നമുക്ക് കോമ്പൗണ്ട് വേർഡ് ഉണ്ടാക്കാം. ഐസ്ക്രീം അല്ലെ, രണ്ട് വാക്കായിട്ട് എഴുതിയിട്ടുണ്ടാക്കാം ഐസ്ക്രീം. ഇനി ക്ലോസ്ഡ് കോമ്പൗണ്ട് ആയിട്ട് ഉണ്ടാക്കാം, രണ്ട് വാക്കുകളായിട്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ജോയിന്റ് ടു ഫോം എ സിംഗിൾ വേർഡ്, ഒറ്റ വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കാം. ഡോർ നോബ്, കണ്ട, ഒരു വാക്ക് ഡോർ നോബ്. ഇനി വേറെ രീതിയിൽ ഉണ്ടാക്കാം, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ്, അതായത് ഒരു വരയിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഹൈഫൻ ഇട്ടിട്ട് എന്ത് ചെയ്യാം, രണ്ട് വാക്കായിട്ട് തിരിക്കാം. ലോങ് ടേം, കണ്ട. അപ്പൊ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേർന്ന് പുതിയൊരു വാക്കുണ്ടാകും. ഇതാണ് പ്രധാനമായിട്ട് കോമ്പൗണ്ട് വേർഡ്. 3 രീതിയിലാണുള്ളത്. ഓപ്പൺ കോമ്പൗണ്ട് ഉണ്ട്, ക്ലോസ്ഡ് കോമ്പൗണ്ട് ഉണ്ട്, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് ഉണ്ട്. ഓപ്പൺ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകൾ ചേർന്ന് ഐസ്ക്രീം. ഓക്കെ, ഐസ്ക്രീം, ഐസ് എന്നും ക്രീം എന്നും രണ്ട് വാക്കുകൾ ചേർന്നുണ്ടായി. ഇനി ക്ലോസ്ഡ് കോമ്പൗണ്ട് എന്താണ്? ഒരു സിംഗിൾ വാക്കായിട്ട് ഉള്ളു, ജോയിൻ ചെയ്ത് ഒരു സിംഗിൾ വാക്കാകുന്നു. ഡോർ നോബ് രണ്ട് വാക്കട്ടെ, സിംഗിൾ വാക്കായിട്ട് പറയുന്നു ഡോർ നോബ്. ഇനി ഹൈഫനേറ്റഡ് ആയിട്ടുള്ള രണ്ട് വാക്കുകൾ എന്താണ്? ലോങ് ടേം. ഓക്കെ, ഹൈഫനേറ്റഡ് ഉള്ള രണ്ട് വാക്കുകൾ. ഇതാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. ഇനി രണ്ട് വേർഡിലധികവും ചില സമയത്ത് വരാറുണ്ട് കോമ്പൗണ്ട് വേർഡായിട്ട്. എക്സാമ്പിൾ എന്താണ്? മദർ ഇൻ ലാ അല്ലെ, ഫാദർ ഇൻ ലാ. ഇതൊക്കെ എന്താണ്? കോമ്പൗണ്ട് വേർഡുകളാണ്. രണ്ടോ അതിലധികമോ വാക്കുകളും ചേർന്ന് എന്ത് വരാം? കോമ്പൗണ്ട് വേർഡ് വരാം. മദർ ഇൻ ലാ, ഫാദർ ഇൻ ലാ, സൺ ഇൻ ലാ എന്നൊക്കെ പറയാം. ഓക്കെ, ഇതെല്ലാം കോമ്പൗണ്ട് വേർഡാണ്. ഇനി നമുക്ക് കുറച്ച് കോമ്പൗണ്ട് വേർഡുകൾ നോക്കി വെക്കാം. ന്യൂസ് സ്റ്റാൻഡ്. ഓക്കെ, ഷേക്ക് ഹാൻഡ് എന്താണ്? കോമ്പൗണ്ട് വേർഡാണ്. ഷേക്ക് ഹാൻഡ്. ഇത് കാണുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, കോംപ്ലക്സ് കോമ്പൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ ന്യൂസ് സ്റ്റാൻഡ്, ഷേക്ക് ഹാൻഡ്. ഇനി ഫ്ലവർ പോട്ട്, കണ്ട, ഒരുമിച്ച് എഴുതി, ക്ലോസ്ഡ് കോമ്പൗണ്ട്. ഫ്ലവർ പോട്ട്. സാൻഡ് പേപ്പർ. ഓക്കെ, തണ്ടർ ബോൾട്ട്, ഒരു വാക്കായിട്ട് എഴുതി, തണ്ടർ ബോൾട്ട്. ഇനി കോപ്പർ വയർ. ഓക്കെ, ഐ കളർ, രണ്ട് വാക്ക്, ഐ കളർ. ഇനി ബെഡ്ഷീറ്റ് നമ്മൾ സുഖമായിട്ട് ഉപയോഗിക്കുന്നില്ലേ, ബെഡും ഷീറ്റും ആണ്, രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുന്നു, ബെഡ്ഷീറ്റ്. ഓക്കെ, ഹാൻഡ് വാഷ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്, ഹാൻഡ് വാഷ്, കോമ്പൗണ്ട് വേർഡ് ആണ്. ബയോകെമിസ്ട്രി, കോമ്പൗണ്ട് വേർഡ്. ബയോയും കെമിസ്ട്രിയും ചേർന്നാണ് ബയോകെമിസ്ട്രി ഉണ്ടാവുന്നു, ഒറ്റ വാക്കായിട്ട് എഴുതുന്നു, ബയോകെമിസ്ട്രി. ഇനി സ്റ്റോക്ക് മാർക്കറ്റ്, രണ്ട് വാക്ക്, സ്റ്റോക്കും മാർക്കറ്റും ചേർന്ന് സ്റ്റോക്ക് മാർക്കറ്റ്, ഒരു വാക്കായിട്ട് മാറുന്നു, ഒരു മീനിങ് ആയിട്ട് മാറുന്നു അല്ലെ. ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെ, സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സൂപ്പർ മാർക്കറ്റ്. ചൈൽഡ് ലേക്ക്, ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചൈൽഡ് ലേക്ക്, ചൈൽഡും ലൈക്കും ചേർന്ന് ഒരു വാക്കായിട്ട് മാറി എന്താണ്? ചൈൽഡ് ലേക്ക് എന്ന വാക്കായിട്ട് മാറുന്നു. ചൈൽഡ് ലൈക്ക് രണ്ട് വേർഡാണ്, ഒരു വേർഡായി മാറുന്നു. ചൈൽഡ് ലൈക്ക്. മേക്കപ്പ്, കണ്ട, മേക്കപ്പ്. നോട്ട്ബുക്ക്, നോട്ടും ബുക്കും ചേർന്ന് ഒരു വാക്കായിട്ട് മാറുന്നു, നോട്ട്ബുക്ക്. റിയൽ എസ്റ്റേറ്റ്, റിയലും എസ്റ്റേറ്റ് ചേർന്ന് റിയൽ എസ്റ്റേറ്റ്. പ്ലേ ഗ്രൗണ്ട്. ഇനി ആഫ്റ്റർനൂൺ, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, യു ടേൺ, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന വാക്കാണ് യു ടേൺ അല്ലെ. യു ടേൺ രണ്ട് വാക്കാണ്, ഒരു ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡായി. ഇനി ഹൈസ്കൂള്. റൺവേ. റണ്ണും വേയും ചേർന്നുണ്ടാവുന്നു റൺവേ. അപ്പൊ ഒന്നുകൂടെ നോക്കാം. റൺവേ, ഹൈസ്കൂൾ, ആഫ്റ്റർനൂൺ, യു ടേൺ, റിയൽ എസ്റ്റേറ്റ്, പ്ലേ ഗ്രൗണ്ട്, മേക്കപ്പ്, നോട്ട്ബുക്ക്, സൂപ്പർ മാർക്കറ്റ്, ചൈൽഡ് ലേക്ക്, സ്റ്റോക്ക് മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബയോകെമിസ്ട്രി, ഹാൻഡ് വാഷ്, ബെഡ്ഷീറ്റ്, ഐ കളർ, തണ്ടർ ബോൾട്ട്, കോപ്പർ വയർ, ഫ്ലവർ പോട്ട്, സാൻഡ് പേപ്പർ, ഷേക്ക് ഹാൻഡ്, ന്യൂസ് സ്റ്റാൻഡ്. ഓക്കെ, ഇവയൊക്കെയാണ് കോമ്പൗണ്ട്.